നമസ്കാരം. ഹായ് എവരിവൺ. എല്ലാവർക്കും ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 9 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. ഇതൊരു സഹനത്തിൻ്റെ കാർഡാണ്. ശരിക്കും വിജയിച്ച കാർഡാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ഫൈറ്റിന് പോകാത്തതാണ് നല്ലത്. നിങ്ങളുടെ എനർജിയുമായി ചേരാത്ത ഒരാളുടെ കൂടെയാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. നമ്മുടെ എനർജിക്ക് ചേരാത്ത ആളുമായി ഒരിക്കലും ഫൈറ്റ് ചെയ്യരുത്. അവരത് എൻജോയ് ചെയ്യും. അത് നമുക്ക് ഹേർട്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എത്രത്തോളം സഹിക്കാൻ പറ്റുമോ അത്രത്തോളം സഹിക്കുക. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ആരോ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു സേഫ് ബൗണ്ടറി നിങ്ങൾക്ക് ചുറ്റും സെറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ആരെയും കടത്തിവിടില്ല എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ആരെയും ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല എന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഏത് പ്രതിസന്ധിയും വെട്ടിമാറ്റി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വിഷമങ്ങളെല്ലാം ഹീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളെ ആർക്കും തടയാൻ പറ്റില്ല. കാർഡ് ഓഫ് ഫൈറ്റർ. യു വിൽ ഗോ ദി ഡിസ്റ്റൻസ്. നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകുന്നു എന്നും കാണുന്നുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി എത്ര എഫേർട്ട് എടുക്കാനും നിങ്ങൾ ഇപ്പോൾ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് മരവിച്ച് പോയിരുന്നെങ്കിൽ, ഫ്രീസായി പോയിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് കിട്ടി എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഓൺ ലൈഫിലും നിങ്ങൾക്ക് പ്രതീക്ഷ കിട്ടും എന്നാണ് കാണുന്നത്. നിങ്ങളൊരു പുതിയ എന്തോ കാര്യം തുടങ്ങാൻ തീരുമാനിച്ചു എന്നും കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു കോൺഫിഡൻസ് വരുന്നു എന്നും കാണുന്നുണ്ട്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു പുതിയ റിസ്ക് എടുക്കുകയാണ്. ജീവിതത്തിൽ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച പോരാളിയാണ് നിങ്ങൾ. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചില്ല. വരുന്ന സാധ്യതകൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. എന്നാലേ ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കില്ലാതിരിക്കും. പാസ്റ്റിലെ കാര്യങ്ങൾ മാറ്റിവെച്ച് പുതിയ ഒരു തുടക്കമുണ്ടാകുക. പുതിയ പ്രതീക്ഷകൾ. ഫുള്ളി ഫോക്കസ്ഡ്, ഫുള്ളി എനർജറ്റിക്. നിങ്ങളൊന്ന് അലേർട്ട് ആയിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പുതിയ പുതിയ ഐഡിയകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാകും. പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാകും. എന്നാൽ അതിനൊക്കെ ഒരു ഡിലേ വരുന്നതായിട്ടാണ് കാണുന്നത്. എക്സാമൊക്കെ എഴുതിയവർക്കാണെങ്കിൽ ഒരു വിജയം ഉണ്ടാകുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഉണ്ടാകുന്നതായിരിക്കാം. ജോബ് നോക്കുന്നവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എപ്പോഴും അലർട്ടായിരിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു പവർഫുള്ളായ ക്യൂൻ, ഫുൾ കൺട്രോൾഡ്, അച്ചീവ്ഡ് ഹെയർ പൊട്ടൻഷ്യൽ. എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തി പണിയെടുപ്പിക്കാൻ പറ്റിയ പവർഫുള്ളായൊരു ക്യൂനാണിത്. നിങ്ങൾ ആക്ഷൻ എടുക്കും. സ്റ്റെബിലിറ്റി വരുന്നു. നിങ്ങൾക്കൊരു ധൈര്യം വരുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് കാണുന്നുണ്ട്. ശരിക്കും ആക്റ്റീവായി എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ആക്ഷൻ എടുക്കണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ശക്തമായ തീരുമാനമെടുക്കാനും എടുത്ത തീരുമാനം നടപ്പാക്കാനും പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു 10 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയാണ്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഒരു ഡൊമസ്റ്റിക് ഹാപ്പിനെസ് വന്നു ചേരുന്നു. ഒരു ഹാപ്പി ഫാമിലിയാണ് ഇവിടെ കാണിക്കുന്നത്. ധാരാളം പണം ഉണ്ടാകുന്നു. പിതൃസ്വത്ത്, മാതൃസ്വത്ത് ഇതെല്ലാം വന്നു ചേരുന്നു. എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ലൈഫിൽ ഒരിക്കലും സ്റ്റാറ്റിക് എന്ന സ്റ്റേജ് ഇല്ല. നിങ്ങൾക്കൊരു പൂർണ്ണതയാണ് വരുന്നത്. ഇനിയുള്ള കാലം പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ആരെയും വിശ്വസിക്കില്ല. സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അതിനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറുന്നതിനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാകും. ചിലർക്കത് മാറിയിട്ടുണ്ടാകുമെന്നും കാണുന്നുണ്ട്.
ചിലർക്ക് അത് കിട്ടും എന്നുള്ളത് കൊണ്ട് കുറേ സമാധാനമുണ്ടാകും. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി പൈസ ചിലവിടും എന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ വീട് വെക്കാനുള്ള പ്ലാനായിരിക്കാം, അല്ലെങ്കിൽ വണ്ടി വാങ്ങാനുള്ള ഒരു പ്ലാനായിരിക്കാം, ചിലപ്പോൾ ഗോൾഡ് വാങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് കാണുന്നുണ്ട്. എന്തു കഷ്ടപ്പാടിലും ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്ന സമയത്ത് ആരായാലും ഒരു സപ്പോർട്ട് കൊടുക്കുന്ന സമയം, പൈസയാകട്ടെ, അസുഖങ്ങളാകട്ടെ, എന്തു തന്നെ ആയാലും, സ്നേഹമാകട്ടെ, കെയറിങ് ആകട്ടെ, അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തു തന്നെ വന്നാലും ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഫലമുണ്ടെന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നമ്മുടെ ഇന്നർ വോയിസ്, സീക്രസി എന്ന് പറയും, ഫുൾ കൺട്രോൾഡ് ഇമോഷൻ. ഇതൊരു സ്പിരിച്വാലിറ്റിയെ കാണിക്കുന്നു. സീക്രട്ട് നോളജ് ഉണ്ട്. ഈ കാർഡ് രഹസ്യങ്ങളാണ്, ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നു. നിങ്ങൾക്കൊരു കൂട്ടിൻ്റെ ആവശ്യമില്ലെന്നാണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഇനഫാണ്. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളുടെ പ്രോഗ്രസ്സിന് വിഘാതമായി വരും എന്നുള്ളതുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയതാകാം. ആരോടും പരാതിയും വിഷമവും ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടതാണ്. എന്നാലേ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറേ ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരുടെ ഗൈഡൻസിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.